നീ കിടക്കുന്നത്. തെരുവ് മുഴുവൻ കട്ടുപിടിച്ച രക്തം, പാട്ടിക്കൊടികൾ കൊണ്ട് മൂടി പതിപ്പിച്ച ഈ മൃതദേഹങ്ങൾക്കിടെ എവിടെയാ എൻ്റെ ഉണ്ണി നീ കിടക്കുന്നത്? ഉണ്ണി ഞങ്ങളെ സത്ത ഞങ്ങൾക്ക് വേണ്ടി പാട്ടിക്ക് വേണ്ടി ജീവൻ കുരുതി കൊണ്ട രക്തസാക്ഷി. രക്തസാക്ഷി ആർക്കു വേണ്ടി? മോചനത്തിന്റെ പ്രത്യേക ശാസ്ത്രമാർഗം പഠിപ്പിച്ചില്ലല്ലോ എന്റെ കുഞ്ഞിനെ. ഒടുക്കം ഈ തെരുവ് രക്തമാർന്ന് മരിച്ചിട്ടും തീർന്നില്ലേ നിങ്ങൾക്ക് അവരുടെ അവകാശം? ഇല്ല, സ്വന്തം സഹോദര പാട്ടിക്കാരൻ ചേർത്ത് വെട്ടിക്കൊടുക്കിയവരെ ഞങ്ങൾ പുത്തൻ രാഷ്ട്രീയ തന്ത്രമനും ഇവരെ കൊന്ന നിങ്ങൾ മൂത്ത മകയെ ഞങ്ങൾ വെട്ടിക്കൊടുക്കും. പകരത്തിനും പകരം ഞാനത് പ്രസവിച്ച എന്റെ രണ്ട് മക്കൾ പരസ്പരം കലയിക്കാൻ കൗരവരും പാണ്ഡവരുമായി തീർന്നവർ. മോനെ ഉണ്ണി, പാട്ടിലേക്ക് ഇറങ്ങാൻ നിന്റെ ബാമയ്ക്ക് വെച്ചെങ്കിൽ നിന്നെ ഞാൻ വെട്ടി തീർക്കും. ചേട്ടൻ എന്നെ ഞാനും പാടി നമുക്ക് വേണ്ടി ഞാൻ സമയം മുഖത്തുണ്ടാവും. ഇവരെ ഞാൻ ഇന്ന് അത് നിർത്തന്റെ മക്കളെ വീട്ടിൽ വരുമ്പോഴേക്കും നിർത്തിക്കൂടി ഒടുക്കുന്ന രാഷ്ട്രീയം അത് നിർത്തന്റെ മക്കളെ അങ്ങോട്ട് മാറി നിൽക്കാമേ. ഇവരൊന്നും നിലക്ക് നിർത്താൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ. മാറി നിൽക്കാമേ. അങ്ങനെ നിങ്ങൾ കൈകണ്ടൊക്കെ കട്ടെ ആരുത് മക്കളെ. നിങ്ങൾ തമ്മിൽ വലിച്ചാണെന്ന് അമ്മയ്ക്ക് വയ്യ. അങ്ങോട്ട് മാറി നിൽക്കുമോനെ. ശിവദാസ പാട്ടിക്ക് തകർത്ത വിലയാ. പക്ഷെ തന്നെ ഉണ്ണി കാരണം അത് നഷ്ടപ്പെടരുത്. രാഷ്ട്രീയം എന്നാൽ യുദ്ധമാണ്. മുന്നിൽ കുതിക്കുന്നതിന് മുതൽ കലി വെട്ടിമാറ്റി അവന്റെ താഴ്വേലിറങ്ങണം. ചതിയും മതിനെ ജാതി മതം കരുക്കൾ മാത്രം തടസ്സം നിൽക്കുന്ന സ്വന്തം വ്യക്തമാണ്. അതും വെട്ടിമാറി ഇതാ വണ്ടിടിച്ചാൽ ആയിരം ആളുകൾ വണ്ടിയിലുണ്ട്. എനിക്ക് ജയിക്കണം. അയ്യോ എന്നൊന്ന് ചെയ്തു ചേട്ടാ. യുദ്ധമാണ്, രാഷ്ട്രീയ കുരുക്ഷേത്ര യുദ്ധം. രക്തത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ കണ്ണുകൾ മൂടിക്കെട്ടി ഇരുട്ടിനെ സ്വയം ഭരിച്ച് മക്കളെ മരിക്കട്ട് തള്ളിയിടാൻ കാന്താരിമാരെ നമുക്ക് വയ്യ. ഈ തെരുവിലേക്ക് എങ്ങനെ നമ്മൾ അമ്മമാരാണ്. ഹേ അമ്മമാരെ, പാട്ടിക്കൊടികൾ കൊണ്ടുതരാൻ ഈ തെരുവിൽ കൊടികൾ നമ്മുടെ മക്കൾ ശവക്കച്ചകളായി മാറാതിരിക്കാൻ യഥാർത്ഥ രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കാൻ നമുക്ക് അണിചേരാം. മക്കൾ നന്നാവാൻ നാടും വീടും നന്നാവാൻ, നാടും വീടും നന്നാവാൻ. ഇനിയെങ്കിലും അവസാനിപ്പിച്ചു ഈ കലാപരാഷ്ട്രീയം.